വിജയ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് വീണ്ടും അത് ചർച്ചയായി. സംഭവം വേറൊന്നുമല്ല, ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യനെ പിരിക്കുന്ന സനാതനം ഒഴിയ വേണ്ടും, അതായത് സനാതന ധർമ്മ ഷുഡ് ബി ഇറാഡിക്കേറ്റഡ് എന്നാണ് ഇയാൾ പറഞ്ഞത്. നേരത്തെ ഇയാൾ ഈ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ പ്രസ്താവന ഇയാൾ നടത്തിയത് ഡെങ്കി, മലേറിയ ഇതെല്ലാം നമ്മൾ എതിർക്കരുത്, ഇതിനെ നമ്മൾ ഒഴിത്ത് കെട്ടണം, അതുപോലെ സനാതനവും അതുപോലെയാണ്, അതുപോലെ ഇതിനെ നമ്മൾ ഒഴിത്ത് കെട്ടണം എന്നാണ് പറയുന്നത്. അന്ന് അണ്ണാമല വലിയൊരു മറുപടി ഇയാൾക്ക് കൊടുത്തു. ഇയാൾക്ക് ആ മറുപടിക്ക് തിരിച്ചുത്തരം ഇല്ലായിരുന്നു. അന്ന് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ അമ്മ അവര് ഈ ഗുരുവായൂരൊക്കെ വന്നിട്ട് വലിയ ഇതൊക്കെ ചെയ്യുമല്ലോ, അതങ്ങ് നിർത്താതെ, എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരോട് പറ, എങ്കിലും ഒരു അന്തസ്സുണ്ട് അതിന് കേൾക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ ദിവസം വിജയുടെ നിയമസഭയിലെ ആദ്യത്തെ സമ്മേളനത്തിലാണ് ഇയാൾ ഇത് പറഞ്ഞത്. ഇയാളിത് പറഞ്ഞു കഴിഞ്ഞ ശേഷം വിജയ് ഇയാളെ നോക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ ഉയർത്തി കാണിക്കുന്ന ഒരു ഇതും വിഷ്വലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ വിജയ് അതിന്റെ ആ ഒരു അർത്ഥത്തിലല്ല, ഇയാൾ പ്രസംഗം കഴിഞ്ഞ് പോവുകയാണ്, അവസാനമാണ് ഇയാൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സാധനം പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വിജയുടെ ഇതൊരു വലിയൊരു രാഷ്ട്രീയ ബുദ്ധിയാണെന്ന്. കാരണം ആരെങ്കിലും ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ DMKക്ക് വീണ്ടും അണിയറയിലേക്കോ അല്ലെങ്കിൽ മുന്നോട്ട് വരാം. വിജയുടെ പാർട്ടിയിൽ ആരെങ്കിലും ആണ് എതിർക്കുന്നതെങ്കിൽ ആ പേര് പറഞ്ഞ് വിജയെ താറടിക്കുക. ഇല്ലെങ്കിൽ ഇയാൾക്ക് പുറത്തു നിന്നാണ് എതിർക്കുന്നതെങ്കിൽ, കണ്ടോ നമ്മളാണ് ഇവിടെ ദ്രാവിഡ മണ്ണിന്റെ സംരക്ഷിക്കാനുള്ള ഏക ആൾക്കാർ, കാരണം അവർ നമ്മളെ മാത്രമാണ് എതിർക്കുന്നത് എന്ന് പറഞ്ഞ് ഇയാൾക്ക് വേറൊരു ടൈപ്പ് നാടകം അവിടെ കളിയും. പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് വലിയ വിവാദമായി ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നോർത്ത് ഇന്ത്യൻസ് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ മാത്രമല്ല സനാതന ധർമ്മത്തെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ നിന്നത്, ഇതിനു മുമ്പേ ഗസ്നി വന്നിരുന്നു, ഗോറി വന്നിരുന്നു, ടിപ്പു സുൽത്താൻ വന്നിരുന്നു, പിന്നെ അക്ബർ വന്നിരുന്നു, ബാബർ വന്നിരുന്നു, പല പല ആൾക്കാർ വന്നിരുന്നു, ബ്രിട്ടീഷേഴ്സ് വന്നിരുന്നു, അവരെ കൊണ്ടുപോലും നടന്നിട്ടില്ല, പിന്നെയാണോ നീ എന്നുള്ള രീതിയിലാണ് ഇവന് മറുപടി കൊടുക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം വന്നൊരു പ്രതിഷേധം, ഇയാളുടെ ഫ്ലക്സ് ബോർഡ് ഉയർത്തിയിട്ട് തമിഴ് പീപ്പിൾ അവിടെ വന്നിട്ട് ഈ ചെരുപ്പൂരി ഇയാളുടെ മുഖത്ത് അടിക്കുന്ന കാഴ്ചയാണ്. ഇയാൾ ഉദ്ദേശിച്ചത് ഇതാണെങ്കിലും പിന്നീട് സംഭവിച്ചത് ഇതാണ് എന്ന് പറഞ്ഞാൽ, ഇയാൾക്ക് നല്ല അടി അവിടെ ഫ്ലക്സ് ബോർഡിൽ അടിക്കുന്നു, കാർക്കിച്ച് തുപ്പുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവിടെ നിലവിൽ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഇയാൾ വീണ്ടും വീണ്ടും ഈ സനാതന അത് അയാൾ ആ പ്രസ്താവന കേട്ടാൽ അയാൾ നന്ദി പറഞ്ഞ ശേഷം ആണ് ദ്രാവിഡം വാഴുക, തമിഴ് മക്കൾ വാഴുക, സനാതനത്തെ ഒഴുത്തിക്കെട്ടണം എന്ന് ഈ പറഞ്ഞ ഈ ഒരു ടാഗ് ലൈനോട് കൂടെ പ്രസംഗം അവസാനിപ്പിക്കുന്ന അവസാന നിമിഷത്തിൽ എന്തോ ഉദ്ദേശം അയാൾക്ക് ഇല്ലാതില്ല എന്ന് തോന്നുന്നു. ഇത് അദ്ദേഹം പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ കാര്യത്തിലേക്ക് വരാം. ഈ സൗത്ത് ഇന്ത്യയില് ക്രിസ്ത്യൻ മിഷണറിമാര് മതം മാറ്റത്തിന് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന സ്റ്റേറ്റുകളിൽ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്റ്റേറ്റ് തമിഴ്നാടാണ്. അവര് പുറത്ത് പറയുന്ന 6% ഉള്ളതാണ്, 6 10% മുകളിലുണ്ട്. ഇവർ വളരെ വ്യാപകമായി തന്നെ മതം മാറ്റം നടത്തുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പഹയന്മാരെല്ലാം കൂടി ഇങ്ങനെ പ്രസ്താവന നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ മതം മാറ്റ ലോബിയുടെ വാർത്തകൾ ഡെയിലി വരാൻ തുടങ്ങി. ഈ മതം മാറ്റത്തിന്റെ വലിയ വാർത്തകൾ വരുന്നു. ചില ഗ്രാമങ്ങളിലൊക്കെ ഈ മതം മാറ്റം ചെന്ന മിഷണറിമാരെ തമിഴ്നാട്ടിൽ തടഞ്ഞു. ചരിത്രത്തിൽ ആദ്യമാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇതാണ് ഒന്ന്. എന്തുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ, ജോസഫ് വിജയ് എന്നാണ് ഈ വിജയുടെ മുഴുവൻ പേര്. അപ്പോൾ ഈ ജോസഫ് വിജയ് വരുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ ക്രിസ്ത്യൻ വിഭാഗം അവരുടെ ഒപ്പം നിൽക്കും. DMKയുടെ ബേസ് വോട്ടുകളിൽ ഒരു വലിയ വിഭാഗം ക്രിസ്ത്യൻ വോട്ടുകളാണ്. ആ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അത് എല്ലാവരും, ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ആദ്യം ശ്രമിക്കുന്നത്, കേരളത്തിലെ ഇടതുപക്ഷം ഒഴിച്ച് ബാക്കി എല്ലാവരും ശ്രമിക്കുന്നത് അവരുടെ ബേസ് വോട്ടുകൾ എന്നും നിലനിർത്താനായിരിക്കും. അപ്പൊ അത് ഹിന്ദു ആണെങ്കിൽ ഹിന്ദു. ഇപ്പം എന്തുകൊണ്ടാണ് കോൺഗ്രസ് എപ്പോഴും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അനുകൂലമായിട്ട് നിൽക്കുന്നത്? അവരുടെ വോട്ട് ബേസ്, അതായത് അടിത്തറ എപ്പോഴും ആ വോട്ടാണ്, ന്യൂനപക്ഷ വോട്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി നിലകൊള്ളുന്നത്. പക്ഷെ കേരളത്തിൽ CPM-നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അവരവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് ഹിന്ദു വോട്ട്, അവരെ തള്ളിക്കളഞ്ഞിട്ട് അവർ മറ്റു വോട്ടുകൾക്ക് പിന്നാലെ പോകും. BJP ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കേരളത്തിൽ. അപ്പൊ ഇതാണ് അതിനകത്തൊരു വിഷയം. പക്ഷെ സ്റ്റാലിൻ കുറച്ചുകൂടി ബുദ്ധിമാനാണ്, ഇവിടെ ഉള്ളവരെ കണക്കല്ലല്ലോ അവിടെ. അപ്പം ആ വോട്ട് പോകരുത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു സിനിമയിൽ പറയുമല്ലോ, എന്താണ്, ജന്മിയാകാനായിട്ട് അവനെതിരെ വിപ്ലവം നയിച്ചിട്ട് കാര്യമില്ല, അവന്റെ അപ്പനാകാൻ, ബൂർഷയുടെ അപ്പനാകാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറയുന്ന നിൽക്കും. ഈ ജോസഫ് വിജയുടെ ഒരു പിടിക്കോട് മുകളിൽ നിൽക്കണമെങ്കിൽ അതിൽ തീവ്രമായിട്ടുള്ള ഹിന്ദു വിരുദ്ധത പറയുക എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, കഴിഞ്ഞ 15 വർഷമായിട്ട് ഹിന്ദു വിരുദ്ധത പറയുകയും ക്ഷേത്രങ്ങൾ പൂട്ടിയിടുകയും ക്ഷേത്രങ്ങൾ തകർക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രി ഇന്ത്യയിലുണ്ടായിരുന്നു. പേര് കുമാരി മമതാ ബാനർജി. ഇന്ന് എവിടെയാണ്? ഹിന്ദു കൊടുങ്കാറ്റിൽ തകർന്നടിഞ്ഞു പോയില്ലേ? തമിഴ്നാട് എന്ന് പറഞ്ഞൊരു ഹിന്ദു സ്റ്റേറ്റ് ആണ്. ആ തമിഴന്മാർക്ക് കുറെ മതേതരത്വം കൂടിപ്പോയി, കേരളത്തിലെ പോലെ തന്നെ. അതുകൊണ്ട് അവിടെ തിരുപ്പുറംകുണ്ട്രം സുഡാപ്പികളുടെ കയ്യിലേക്ക് പോകുന്ന ഒരു സാധ്യതയിലേക്ക് എത്തി.
അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാർ കഴിഞ്ഞാടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി, അവർക്ക് സംവരണവും കാര്യങ്ങളും അവിടെ നൽകി, അവർക്ക് എവിടെയും കയറി ചെല്ലാനുള്ള ഇത് കൊടുത്തു. ആന്ധ്രയിൽ എന്താണ്, തിരുപ്പതി ക്ഷേത്രത്തിൽ പോലും പാസ്റ്റർമാർ ജോലി ചെയ്യുന്ന സാഹചര്യം വന്നില്ലേ? അല്ലെങ്കിൽ അതിന് മുകളിൽ വിതരണം ചെയ്തില്ലായിരുന്നു ഈ YSR കോൺഗ്രസ് ഇരിക്കുമ്പോൾ, അപ്പോൾ ജഗ്മോഹൻ ഇരിക്കുന്ന സമയത്ത്. അപ്പം ഇപ്പൊ നടക്കത്തില്ല അത് കാലഘട്ടം. അതായത് ഈ പിന്നെ നമ്മുടെ എപ്പോഴും ഈ ഹിന്ദു ഐക്യവേദി അവരുടെ ആൾക്കാർ എപ്പോഴും പറയും ഉണരൂ ഹിന്ദു ഉണരൂ എന്ന് പറയും. ഹിന്ദു ഉണർന്നാൽ എന്താണ്, കാലം മാറി ദേശം മാറി എന്നൊക്കെ അവർ പറയും. കറക്റ്റാണ്. ഈ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുക എന്നുള്ള പണിയാണ് ഉദയനിധി സ്റ്റാലിനും ഇനി ഭാവിയിൽ ശ്രീ ജോസഫ് വിജയും ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ. സ്വാഭാവികം മാത്രമാണ്. കാരണം ഈ ബംഗാളിൽ അങ്ങനെ ആയിരുന്നു. ബംഗാളിൽ 15 വർഷമായിട്ട് മതേതര ഹിന്ദു ആയിരുന്നു. അവർ TMC വോട്ട് ചെയ്തു. ഒടുവിൽ അവരുടെ മതത്തിന് തന്നെ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ തെരുവിലിറങ്ങുന്നതും ഇപ്പോൾ മമതയെ അടപടലം തേച്ചൊട്ടിച്ച് ഇല്ലാതാക്കുന്നത്. അത് തന്നെ തമിഴ്നാട്ടിലും സംഭവിക്കും. കാരണം അണ്ണാമലൈ ഇപ്പോൾ വലിയൊരു സ്റ്റേറ്റ്മെന്റുമായിട്ട് എത്തിയിട്ടുണ്ട്. അണ്ണാമലൈ പറയുന്നത് DMKയുടെ B ടീമാണ് വിജയ്. അതായത് DMKയുടെ പോളിസികളും കാര്യങ്ങളുമായി DMKയുടെ B ടീമാണ് ഇതിനെ വെച്ച് കുറിപ്പിക്കുകയാണ്. പക്ഷെ ഈ ഉദയനിധി സ്റ്റാലിന്റെ മുൻപ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ പ്രസ്താവന പോലെയല്ല ഈ പ്രസ്താവന വന്നതിന് ശേഷം. ഇപ്പൊ ധനുഷ് പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ ആകമാനം പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ച് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിനായാലും ഹിന്ദുത്വക്കായാലും വലിയ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് കിട്ടാത്ത ഒരു സംസ്ഥാനമാണത്. അവിടെ ഉണ്ട് ഹിന്ദു മുന്നണിയൊക്കെ വളരെ കാലമായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരു ദ്രാവിഡ പൊളിറ്റിക്സും അവരുടേതായ ചില ബിംബങ്ങളും മാത്രമായി മുൻപോട്ട് വരും. ഇപ്പൊ അത് മാറി തുടങ്ങരുത്. അത് മാറിയതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് BJPക്ക് കിട്ടിയത്. ഇത്തവണ അവരുടെ സീറ്റ് ഷെയറിംഗ് ആയാലും കാൻഡിഡേറ്റ് ഫിക്സേഷൻ ആയാലും പിന്നെ മൊത്തത്തിൽ അടപടലം പൊളിഞ്ഞിരിക്കുന്ന ADMKയുടെ കൂടെ പോയത് തന്നെ അവരുടെ ഏറ്റവും വലിയ തെറ്റ്. അതാണ് അവർക്ക് ആ സീറ്റ് കുറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. ഭാരതി ശ്രീനിവാസനൊക്കെ രോഗാതുരയായിട്ട് ഒരുപാട് നാൾ മണ്ഡലത്തിൽ പോലും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെയാണ് അവരുടെ പരാജയത്തിന് കാരണം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം, പക്ഷെ ഇവിടെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിജയ് കുറച്ചുകൂടെ, അതായത് ജോസഫ് വിജയ് എന്ന് പറയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടാണ് കാര്യം. ഇന്നലെ അദ്ദേഹം ഒരു ജോൾസിനെയൊക്കെ തന്റെ സ്പെഷ്യൽ നിയമനമൊക്കെ നൽകി അവിടെ സ്ഥാപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതായത് പുള്ളി എല്ലാവരെയും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് എങ്ങനെയാകുമെന്നുള്ള കാര്യത്തിൽ കണ്ടറിയേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ സ്റ്റാലിൻ ചെയ്യുന്ന പണി ഇതാണ്, അവരുടെ ഒലിച്ചുപോയ അടിത്തറയെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അതായത് 2 ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടി നടത്തുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഫലത്തിൽ ഗുണം ചെയ്യുന്നത് ഭാവിയിൽ ഹിന്ദുക്കൾക്ക് തന്നെ ആയിരിക്കും. ഹിന്ദു പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾക്കോ തന്നെ ഇത് ഗുണം ചെയ്യുകയുള്ളൂ. കാരണം അവരെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുകയും അവരുടെ ഇടയിലേക്ക് കയറി. എന്തുകൊണ്ടാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യ വലിയ മതപരിവർത്തനത്തിന് പോകുന്നില്ലല്ലോ ആരും? അവിടെ അത് നിലനിന്ന് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം മുമ്പ് നടന്നുകൊണ്ടിരുന്ന ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ, ബംഗാൾ, ഒഡീഷ, ഇന്ന് അവിടങ്ങളിൽ കുറഞ്ഞു തുടങ്ങിയില്ല. അത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലം തെലങ്കാന, ആന്ധ്ര, തമിഴ്നാട്, പിന്നെ കർണാടക. കേരളത്തിൽ ഉണ്ട് എങ്കിൽ പോലും വലിയ രീതിയിലില്ല, കാരണം പോകേണ്ടവരൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ അകത്ത് ഒരു സാധ്യത നിലനിൽക്കുന്നത്. പിന്നെ പഞ്ചാബ്, വടക്കോട്ട്, ഇനി പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ ആ വടക്കോട്ട് പോകുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഈ മതപരിവർത്തനം നടക്കുന്ന സ്ഥലങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. സ്വാഭാവികമാണ് ഒരു വിഭാഗത്തിനെ താറടിച്ചുകൊണ്ടും അവരുടെ മെക്കെട്ട് കയറിക്കൊണ്ടും മതപരിവർത്തനം നടത്താനൊന്നും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമൊന്നുമില്ല. ഇപ്പൊ വിജയ് കയറി എന്നുള്ളത് കൊണ്ട് വിജയ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, ഒരു സ്റ്റേറ്റിന്റെ ഭരണാധികാരിയാണ്. ഇതിനേക്കാൾ വലിയ പുലികളായിരുന്നു മമതയും അഖിലേഷ് യാദവ്, മുലായം സിംഗ്, ഇവിടെ താക്കറെ ഫാമിലി, ഇതെല്ലാം വേരോടെ വീഴ്ന്നിറങ്ങി പോയില്ലേ സാധനം. അപ്പം അതുകൊണ്ടാണ് ഈ BJPക്ക് ടെൻഷൻ ഇല്ലാതെ തമിഴ്നാട്ടിൽ ആര് കയറുന്നത് അവരെ സംബന്ധിച്ച് ടെൻഷൻ ഇല്ല. അവരെ സംബന്ധിച്ച് ദ്രാവിഡ പൊളിറ്റിക്സ് കലങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അത് BJPക്ക് പെട്ടെന്ന് കലക്കാൻ പറ്റിയില്ല. അത് വിജയ് വന്ന് കലക്കി. അതിലവർ വിജയോട് അങ്ങേയറ്റം നന്ദിയുള്ളവരുമാണ്. ദ്രാവിഡ പൊളിറ്റിക്സ് പോയി ഇനി ഏത് പൊളിറ്റിക്സിനും അവിടെ എൻട്രി ചെയ്യാൻ എളുപ്പമാണ്. കാരണം അവരുടെ മനസ്സിൽ നിന്ന് ഈ ദ്രാവിഡ പൊളിറ്റിക്സിന് ഇളക്കം തട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏത് പൊളിറ്റിക്സിനും വരും. കാരണം വിജയുടെ പൊളിറ്റിക്സ് പക്ക ദ്രാവിഡ പൊളിറ്റിക്സ് അല്ല. പുള്ളിയുടെ ഒരു വികസനത്തിലേക്ക് പുള്ളി കൊണ്ടിരുന്നു ചർച്ച. അത് BJPക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം BJPയുടെ മെയിൻ സാധനവും വികസനമാണ് വെക്കുന്നത്. വികസന താരതമ്യം ഇതൊക്കെ അവർക്ക് എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് പെട്ടെന്ന് വളരാനുള്ള ഒരു വളമായിട്ട് ഉദയനിധി സ്റ്റാലിൻ മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിനകത്ത് വിജയ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് കണ്ടറിയണം. വിജയും ഇതേ ലൈനിലാണ് പ്രതികരിക്കാൻ പോകുന്നതെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ മറ്റൊരു ബംഗാളായത് മാറും. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് സംഭവിക്കുമോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും 10 കൊല്ലത്തിനുള്ളിൽ കാവ്യ പുതയ്ക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അത് മുമ്പേ തന്നെ ടാർഗറ്റിലുള്ളതാണ്. കാരണം ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ BJPയുടെ അടുത്ത ശ്രദ്ധ എന്ന് പറഞ്ഞാൽ പഞ്ചാബ് കഴിഞ്ഞാൽ പിന്നെ അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് ദക്ഷിണേന്ത്യയാണ്. അതിൽ ഫസ്റ്റ് തെലങ്കാനയാണ്, സെക്കൻഡ് തമിഴ്നാടാണ്, തേർഡ് നമ്മുടെ ഈ കൊച്ചു പ്രബുദ്ധ കേരളമാണ്. അതാണ് നമ്മുടെ ഒരു. അപ്പോഴെങ്കിലും മുഖ്യമന്ത്രി ആരെന്നറിയാൻ വേണ്ടി കാത്തിരിക്കാതെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ അവസരത്തിൽ ഒരു കാര്യം നമുക്ക് പറഞ്ഞു നിർത്താം. നമ്മുടെ സോണിയാഗാന്ധി ആശുപത്രിയിലാണ്, ഗുരുതരമാണ് എന്നൊരു റിപ്പോർട്ടൂടെ പുറത്തു വരുന്നുണ്ട്.